വി വസീഫ്, ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഈദ് വിശേഷങ്ങളുമായി രതീഷ് വാസുദേവൻ വസീഫിനൊപ്പമുണ്ട്. രതീഷ്, എന്തൊക്കെയാണ് വസീഫിൻ്റെ ഈദ് വിശേഷങ്ങൾ? ഹർഷൻ, തീർച്ചയായും നമുക്കറിയാം ഈ കേരളത്തിലൊക്കെ തന്നെ എല്ലാ ആഘോഷങ്ങൾക്കും ഒരു മതേതര മേൽക്കൈയുണ്ട്. ആ മേൽക്കൈ നമുക്കറിയാവുന്നത് തന്നെയാണ് കേരളത്തിലെ ആഘോഷങ്ങൾ. ഇന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വി വസീഫാണ്, ഡിവൈഎഫ്ഐയുടെ അമരക്കാരൻ. വസീഫിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പെരുന്നാൾ ആശംസകൾ ഹർഷൻ. അതെ പല ആശങ്കകളും പങ്കുവയ്ക്കാനുണ്ടെന്ന്. അതെ, ഈ ആഘോഷത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള നിലക്കാണ്. ഇപ്പോൾ ഞാൻ കവലിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾ കണ്ടു കാണും. അവിടെ തന്നെ പള്ളികളിൽ പ്രതിജ്ഞ ചൊല്ലി എന്നാണ് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ. അപ്പം നാടാകെ ലഹരി വിരുദ്ധ പോരാട്ടത്തിലാണ്. ഇപ്പോൾ ഈ ആഘോഷത്തിലും പൊതുവെ എല്ലാ സമയത്തും നമുക്കറിയാം ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടായി പല അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യുവജനങ്ങളുടെയും അതുപോലെ സംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നു. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. വലിയ ഒരു പോരാട്ടം ഈ ലഹരിക്കെതിരെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ യുവജനതയെ പ്രത്യേകിച്ച് ഈ ലഹരിയിൽ നിന്ന് മുക്തരാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ ആഘോഷത്തിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാവരും മനസ്സിൽ വെക്കേണ്ടതാണ്. അതുകൂടി ഈ ആഘോഷ ദിവസം നമ്മൾ പങ്കുവെക്കേണ്ടതാണ്. ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ടതല്ലെങ്കിലും കേരളത്തിൻ്റെ ഒരു റിയൽ സ്റ്റോറിയെക്കുറിച്ച് കുറേ കാലമായി ചർച്ച ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി ഈ പെരുന്നാൾ ദിനത്തിൽ പ്രസക്തമാവും തോന്നുന്നു അത്തരം ഒരു നിലപാട് വ്യക്തമാക്കൽ. തീർച്ചയായിട്ടും കേരളം സത്യം പറഞ്ഞാൽ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് പുരോഗമന ആശയങ്ങളിലൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ. ഇവിടെ അങ്ങനെ ഒരു നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ ഉള്ള ഒരു സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത കേരളം, നമ്മുടെ കേരളം. കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വന്നിരുന്നു, വർഗീയ സംഘർഷങ്ങളുടെ ഒരു കണക്ക്. അതിൽ ഒരു സംഘർഷം പോലും നടക്കാത്ത, ഒരു കൊലപാതകം പോലും അങ്ങനെ നടക്കാത്ത ഏക സംസ്ഥാനം ആയി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുക. ആ തരത്തിൽ ഐക്യത്തോടെ നല്ല കെട്ടുറപ്പോടുകൂടി കേരളത്തിലെ ജനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ആ സ്റ്റോറിയെ വികലമായി കാണിക്കുക എന്നുള്ളത് ചിലരുടെ പ്രത്യേക താല്പര്യമാണ്. അതുകൊണ്ടാണ് അവർ പല ഡോക്യുമെൻ്ററികളും സിനിമകളും ഒക്കെ ഇറക്കി കേരളത്തെ വളരെ ചീത്തയാക്കാനും മോശമാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും കേരളത്തിലെയോ അല്ലെങ്കിൽ കേരളത്തെ അറിയുന്ന മലയാളികളെ അറിയുന്നവർക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതൊക്കെ കവർ ചെയ്ത് യഥാർത്ഥ കേരള സ്റ്റോറി ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ അവരുടെ അടുത്തേക്ക് എത്തും. ഇപ്പം എംബ്രാനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വലിയ ചർച്ചയായിരിക്കുകയാണല്ലോ. എന്താണ് ആ ഡിവൈഎഫ്ഐയുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. വസീഫ് എന്താ പറയുന്നത്? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസമാണ് എംബ്രാൻ കണ്ടത്. അത് കാണേണ്ടി വന്നതാണ്. കാരണം അതിൽ കുറേ കട്ട് വരും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ കാണാം എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ പരാതിയിലായിരിക്കാം, വീട്ടിലാണുള്ളത്, അവരെ കൂട്ടാതെ കണ്ടു എന്നുള്ളത്. അതിൽ കുറച്ച് എഡിറ്റിംഗ് വരും എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ആദ്യം അത് വരുന്നതിന് മുമ്പ് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയി കണ്ടു. പിന്നെ അല്ലെങ്കിലും കാണണം എന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. അപ്പോൾ അത് തിരക്ക് പിടിച്ച് കണ്ടത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വലിയ രീതിയിൽ തടയുന്ന ഒരു രീതിയുണ്ട്. ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്ന പ്രതികരിക്കാനും ഈ പ്രതിഷേധങ്ങൾ അറിയിക്കാനും അതുപോലെ എൻ്റെ ചിന്താഗതികളെ ഈ നാടിന് മുമ്പിൽ അവതരിപ്പിക്കാനും എന്നുള്ള ഒരു സ്വാതന്ത്ര്യമില്ല എന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഗേദം വരുന്നു. ഈ സിനിമാ പ്രവർത്തകരൊക്കെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും, കാരണം ഇവരൊക്കെ ആകെ ഒരു ടെൻഷനാണ്, വലിയ പ്രഷറിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് അവരെ ഈ ഗൺ പോയിന്റിൽ നിർത്തി തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നേരിട്ട്. അതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് മാത്രമല്ല, ഒരു ഗവൺമെൻറ്, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകൾ ഒക്കെ വ്യത്യസ്ത രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ വിമർശിച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ വിമർശിച്ചാൽ രാജ്യദ്രോഹിയായി മാറുക. ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ എത്ര ഹീനമായ പ്രചരണമാണ്. പൃഥ്വിരാജിൻ്റെ അമ്മ തന്നെ അത് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ. എന്തായാലും കൊടിയത്തൂരിലെ പെരുന്നാൾ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് അങ്ങോട്ട് നടക്കാം.
കൊടിയത്തൂരിൽ പെരുന്നാളിന് നമ്മളിതാണ് രാവിലെ അങ്ങാടിയിൽ ഇറങ്ങും. ഇവിടെ നമുക്കൊരു ക്ലബ്ബുണ്ട്, മാനവ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളൊരു ക്ലബ്ബാണ്. അതിൻ്റെ കളക്ഷനൊക്കെ പ്രത്യേകിച്ച് വായനശാലയാണ്. പത്രങ്ങളുടെയും ഈ ആനുകാലികങ്ങളുടെയും ഒക്കെ ചിലവ് നമ്മൾ ഈ പെരുന്നാൾ കളക്ഷനിലാണ് എടുത്തു കൊടുക്കാറ്. അപ്പോൾ അത് നടക്കും. അപ്പോൾ എല്ലാവരെയും കാണും. പരമാവധി പെരുന്നാളിന് മറ്റു ജോലിക്ക് പോകുന്നവരും ഒക്കെ നാട്ടിൽ വരുന്ന ദിവസമാണ്. രതീഷാണ് വസീഫിൻ്റെ വീട്ടിലെ പെരുന്നാൾ വിശേഷങ്ങളുമായി ഇപ്പോൾ ചേർന്നത്. എന്തായാലും മാനവ എന്ന ക്ലബ്ബുമായി ബന്ധപ്പെട്ട് അവിടെയാണ് വസീഫ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളാണ് രതീഷ് പങ്കുവച്ചത്.